ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു CMS ക്രിയേഷൻസ്. നമ്മൾ നോക്കാൻ പോകുന്നത് 2023 ഏഴാമത്തെ ചാപ്റ്ററായ തൊടുവരകൾ അഥവാ ടാൻജൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളാണ്. അപ്പോൾ 2023 ചോദിച്ച ചോദ്യങ്ങൾ എന്തൊക്കെയെന്നും അതെങ്ങനെ ചെയ്യാമെന്നുള്ളത് നമുക്ക് നോക്കാം. The sides of a right triangle are 9 cm, 12 cm and 15 cm. ഒരു ത്രികോണത്തിൻ്റെ വശങ്ങൾ 9 cm, 12 cm, 5 cm ആണ്. ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ. ത്രികോണത്തിന്റെ പരപ്പളവ് കാണണം. കാൽക്കുലേറ്റ് ദ റേഡിയസ് ഓഫ് ദ ട്രയാങ്കിൾ. ഇൻ റേഡിയസ് ഓഫ് ദ ത്രികോണത്തിന്റെ അന്തർവൃത്ത ആരം കണക്കാക്കുക. അപ്പൊ ആദ്യം നമുക്ക് ഏരിയ കാണണം. ഏരിയ കാണാൻ ട്രയാങ്കിളിന്റെ ഏരിയ ആണ് ലൊക്കേഷൻ എന്താ? ഹാഫ് BH ആണ്. ബേസ് 9 ആണ്, ഹൈറ്റ് 12 ആണ്. 90 ഡിഗ്രി വരുന്നതാണ് ബേസ്. ഇവിടെ ബേസ്, ഇത് ഹൈറ്റ്. 12നെ നമുക്ക് എന്ത് ചെയ്യാം? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 6 കിട്ടും. 9 × 6 54. ഓക്കെ, അപ്പോൾ ഏരിയ 54. ഇനി ഇൻ റേഡിയസ് കാണണമെന്നുണ്ടെങ്കിൽ പെരിമീറ്റർ വേണം. ഓക്കെ, പെരിമീറ്റർ എന്ന ചുറ്റുള്ള ലെങ്ത് കൂട്ടിയാൽ മതി. 12ഉം 9ഉം 15ഉം 10ഉം 10ഉം 20, 20ഉം 2 22, 22 5ഉം 27, 27 9 36. ഓക്കെ, ഇനി റേഡിയസ് കാണാം. R = A/S. ഓക്കെ, അതിന് എസ് പെരിമീറ്ററിൻ്റെ പകുതി 36ൻ്റെ പകുതി 18. 8 8 16, 2 2 3. അപ്പോൾ പെരിമീറ്ററിൻ്റെ പകുതിയും കിട്ടി 18. R = A/S. A 54 ആണ്, S 18 ആണ്. അപ്പോൾ 54/18. 8ൻ്റെ ടേബിൾ ഒന്ന് ചോദിക്കുക. 1 8 8, 2 16, 3 8 24 ആണ് 4ൽ അവസാനിക്കുന്ന സംഖ്യ. അപ്പോൾ 18 × 3 ഒന്ന് ചെയ്ത് നോക്കിയാൽ 3 8 24, 4 ഇഷ്ടം 2. ഒരു 3 3ഉം 2ഉം 5, 54. അപ്പോൾ R = 3 എന്ന് കിട്ടും. അപ്പോൾ റേഡിയസ് എത്രയാണ്? 3 സെൻറ്റിമീറ്റർ. ഓക്കെ, അടുത്തത് ഡ്രോ എ സർക്കിൾ ഓഫ് റേഡിയസ് 2.5 cm. Make point 6.5 cm away from the center. Draw the tangent to the circle from this point. Measure and write the length of the tangents. 2.5 cm ആരമുള്ള ഒരു വൃത്തം വരയ്ക്കുക. വൃത്തകേന്ദ്രത്തിൽ നിന്നും 6.5 cm അകലെയുള്ള ഒരു ബിന്ദു അടയാളപ്പെടുത്തുക. ഈ ബിന്ദുവിൽ നിന്നും വൃത്തത്തിലേക്കുള്ള തൊടുവരകൾ വരയ്ക്കുക. തൊടുവരകളുടെ നീളം അളന്നത്. ഇപ്പോൾ എല്ലാ വർഷവും ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് സർക്കിൾ വരക്കണം. അതിനുശേഷം പോയിന്റ് മാർക്ക് ചെയ്യണം. അതിനുശേഷം അതിൻ്റെ സെൻറ്റർ കാണണം. എന്നിട്ടൊരു സർക്കിൾ വരക്കണം, ടാൻജൻറ്റ് വരക്കണം. ഓക്കെ, ഇത്രയാണ് നമുക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ ആദ്യം നമുക്ക് സർക്കിൾ വരക്കാം. 2.5 cm റേഡിയസിൽ ഒരു സർക്കിൾ വരക്കണം. ദെൻ ആ സർക്കിളിൻ്റെ സെൻറ്ററിൽ നിന്നും നമുക്ക് നമ്മളോട് പറഞ്ഞിട്ടുള്ള ലെങ്ത്തിൽ നമുക്കൊരു ലൈൻ വരക്കാം. ഓക്കെ, 6.5 cm. അപ്പോൾ 6.5 ഒക്കെ ആകുമ്പോൾ എന്തായാലും ഇവിടെ നമ്മൾ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരക്കണം. അതിനാണ് നമ്മൾ എല്ലാ ക്വസ്റ്റിനും ആ പ്രൊസീജിയർ തന്നെ ചെയ്യാമെന്ന് പറഞ്ഞത് കേട്ടോ. അപ്പോൾ ലംബ സമവാചി വരക്കുക, പെർപെൻഡിക്കുലർ ബൈസെക്ടർ. മോർ ദാൻ ഹാഫ് എടുക്കുക. ഈ കൂട്ടിമുട്ടുന്ന പോയിന്റുകൾ നമ്മൾ യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് പെർപെൻഡിക്കുലർ ബൈസെക്ടർ, നമ്മുടെ ലംബ സമവാചി കിട്ടും. ഇനി ഈ പോയിന്റിൽ കോമ്പസ് വെച്ചിട്ട് നമ്മളൊരു സർക്കിൾ വരയ്ക്കുക. ഓക്കെ, യെസ്. ഇനി ആ സർക്കിളുകൾ കൂട്ടിമുട്ടുന്ന പോയിന്റിലേക്ക് നമ്മൾ ഓരോ ലൈനുകൾ വരയ്ക്കുക. ആൻഡ് ദാറ്റ് ഈസ് അവർ ടാൻജൻറ്റ്. അതാണ് നമ്മളുടെ തൊടുവര, ടാൻജൻറ്റ് എന്ന് പറയുന്നത്. യെസ്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ടാൻജൻറ്റ് വരക്കുന്നത്. നമ്മളിതിന് മുമ്പും 3-4 കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ ഈ സെയിം ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്താണ്. മെഷർമെൻറ്റിന് മാത്രമേ മാറ്റുള്ളൂ. ഇനി ആ റേഡിയസ് അളക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ കോമ്പസിൽ ആ ലെങ്ത് ഒന്ന് എടുക്കുകയാണ്. എന്നിട്ട് അത് സ്കെയിലിൽ വെച്ച് നോക്കിയാൽ നമുക്ക് നമ്മളുടെ റേഡിയസിൻ്റെ ലെങ്ത് കിട്ടും. റേഡിയസ് അല്ല, തൊടുവര കേട്ടോ. ടാൻജൻറ്റിൻ്റെ നീളം കിട്ടും. ഓക്കെ, എത്രയാ? 6. ഓക്കെ, അപ്പോൾ ടാൻജൻറ്റിൻ്റെ തൊടുവരയുടെ നീളം എത്രയാണ്? 6 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. ഓക്കെ, ടാൻജൻറ്റ് 6 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. ഓക്കെ, അളന്ന് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്, മെഷർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അടുത്തത് PA and PB are two tangents to the circle center at O. Angle ACB = 105.
105 ഡിഗ്രി. ഫൈൻഡ് ദ ആംഗിൾസ് ഗിവൺ ബിലോ. ഓ കേന്ദ്രമായ വൃത്തത്തിലേക്കുള്ള രണ്ട് തൊടുവരകളാണ് പി എയും പി ബിയും. എ സി ബി 105 താഴെ പറഞ്ഞിട്ടുള്ള ഓരോന്ന് കാണണം. ആദ്യം നമുക്ക് എ ഡി ബി കാണുന്നതാണ് ഇവിടെ. ഇത് നമ്മൾ സർക്കിൾസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ പഠിച്ച കൺസെപ്റ്റാണ് യൂസ് ചെയ്യുന്നത്. ഈ രണ്ട് കോണുകൾ എതിർക്കോണുകളാണല്ലോ. എ സി ബി ഡി എന്ന് പറയുന്ന ചതുർഭുജത്തിൻ്റെ എതിർക്കോണുകളാണ്, അല്ലെങ്കിൽ രണ്ട് വൃത്തഖണ്ഡത്തിലെ കോണുകളാണ്. അത് രണ്ടും കൂട്ടിയാൽ 180 കിട്ടണം. അപ്പോൾ 180 നിന്ന് 105 മൈനസ് ചെയ്യുക. ഓക്കെ, 180 നിന്ന് 105 പോയാൽ ബാക്കി 75 ഉണ്ടാവും. അപ്പോൾ എ ഡി ബി എത്രയാണ്? 75 ഡിഗ്രി. അടുത്ത് എ ഒ ബി ആണ്. ഓക്കെ, സർക്കിളിൽ 75 ആണെന്നുണ്ടെങ്കിൽ സെൻറ്ററിൽ എത്രയായിരിക്കും അല്ലേ? ഈ എ ഡി ബിയുടെ കേന്ദ്രകോണല്ലേ എ ഒ ബി എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഇരട്ടി 150 ഡിഗ്രി വരും. അടുത്തത് എ പി ബി. എവിടെ? എ പി ബി ഇവിടെ. ഇവിടെ 150 ആണെന്നുണ്ടെങ്കിൽ റേഡിയസുകൾ തമ്മിലുള്ള കോണും ടാൻജൻറ്റുകൾ തമ്മിലുള്ള കോണും കൂട്ടിയാൽ 180 ആണ്. അപ്പോൾ അവിടെ 30 ഡിഗ്രി. ഓക്കെ, അടുത്തത് എ ബി പി ആണ്. ഞാനത് അവിടെ വരക്കട്ടെ കേട്ടോ, ഒരു മിനിറ്റ്. എ ബി പി ഈ കോണാണ് അടുത്ത് നമുക്ക് കാണേണ്ടത്. ഓക്കെ, നോക്കിക്കോ. അത് 75. അതെങ്ങനെ 75 വരുന്നത് എന്നുള്ളതൊന്ന് പറഞ്ഞുതരാം കേട്ടോ. നമുക്ക് എ ബി പി ഓക്കെ, എ ബി പി ആണ് നമുക്ക് വേണ്ടത്. ഓക്കെ, ഇത് മുഴുവനായിട്ട് 90 ആണ്. ഓക്കെ, ഇത് മുഴുവനായിട്ട് 90 ആണ്. കാരണം ഒ ബി റേഡിയസ് ആണ്, പി ബി ടാൻജൻ്റ് ആണ്. റേഡിയസും ടാൻജൻറ്റും തമ്മിലുള്ള കോൺ എത്രയാണ്? 90 ആണ്. ഈ ആംഗിൾ എ ഡി ബി എത്ര നമ്മൾ അവിടെ എഴുതിയിട്ടുണ്ടല്ലോ. എ ഡി ബി എത്ര മക്കളെ? എ ഡി ബി 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 എ ഡി ബിയുടെ 75. ആ 90ൻ്റെ ആവശ്യം നമുക്ക് ഇപ്പോൾ അല്ലാതെ നമുക്ക് അടുത്ത ചോദ്യത്തിനാണ് കേട്ടോ. നോക്കിയാൽ എ ഡി ബി 75 ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റുള്ള കോഡ് ടാൻജൻറ്റുമായിട്ടുണ്ടാക്കുന്ന ആംഗിളും എന്തായിരിക്കും? 75 ആയിരിക്കും. ഓക്കെ, എ ബി എന്ന് പറയുന്ന ഒരു കോഡ് ഞാനിവിടെ വരച്ചു. അപ്പോൾ എ ബി എന്ന് പറയുന്ന കോഡ് ടാൻജൻറ്റുമായിട്ടുണ്ടാക്കുന്ന ആംഗിള് ആ എ ബിയുടെ നേരെ ഓപ്പോസിറ്റുള്ള കോണിന് തുല്യമായിരിക്കും ത്രികോണത്തിൽ. ഓക്കെ, അപ്പോൾ ഇവിടെ 75 ആണെന്നുണ്ടെങ്കിൽ ആ 75-ന് ഓപ്പോസിറ്റുള്ള സൈഡ് ടാൻജൻറ്റുമായിട്ടുണ്ടാക്കുന്ന കോൺ എത്രയാണ്? 75 ആണ്. അടുത്തത് എ ബി ഒ ആണ് നമുക്ക് കാണേണ്ടത്. എ ബി ഒ, അതിനാണ് നമ്മൾ ഈ ആംഗിൾ 90 എന്നുള്ള കൺസെപ്റ്റ് എടുക്കുന്നത് കേട്ടോ. കാരണം ഒ ബി പി എന്ന് പറയുന്നത് റേഡിയസും ടാൻജൻറ്റും, അത് 90 ആണ്. അതിൽ എ ബി പി 75 കിട്ടി. അപ്പോൾ 90-ന്ന് 75 പോയാൽ ബാക്കിയല്ലേ എ ബി ഒ എന്ന് പറയുന്നത്. അപ്പോൾ 90-ന്ന് 75 പോയാൽ ബാക്കി 15 ഉണ്ടാവും. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് ഈ വർഷത്തിൽ ചോദിച്ചിട്ടുള്ളത്. എല്ലാവരും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. നമ്മളുടെ മാക്സിമം നമ്മൾ എന്ത് ചെയ്യുക? കൊടുക്കുക കേട്ടോ. നമ്മൾ ഇത്രയും കാലം കഷ്ടപ്പെട്ട് പഠിച്ചതിൻ്റെ ഒരു റിസൾട്ട് കിട്ടുന്ന ഒരു എക്സാമാണ്, നമ്മളുടെ ഫസ്റ്റ് പബ്ലിക് എക്സാമാണ്. എല്ലാവരും നന്നായിട്ട് പഠിച്ചിട്ട് നല്ല മാർക്കോട് കൂടി തന്നെ പാസ്സാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഓക്കെ, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ SSLC എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. വിഷ് യു all the very best. Thank you for watching this video. See you soon.